ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് 1v1 മാച്ചാണ് നമ്മുടെ ഇവിടെ നടക്കാൻ പോകുന്നത്. എൻ്റെ അനിയനുമായിട്ടാണ് 1v1 മാച്ച് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ 1v1 മാച്ച് കളിക്കാൻ ഞാൻ ഫസ്റ്റ് ഒന്ന് റൂം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണേണ്ടി വരും. പിന്നെ ഒരു ചെറിയ കാര്യം പറയാണ്ട്, ലൈക്ക് അടിക്കാത്തൊരു പെട്ടെന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. റൂം ഇടാൻ പോവാണ് കേസ്. അപ്പോൾ റൂം ഇട്ടിട്ട് നമുക്ക് കാണാം. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒന്നും കൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് റൂം ഇട്ടിട്ട് നേരെ വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ നമ്മൾ ഗണ്ണും കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലൂ വാളിൽ ചെയ്തിട്ട് കവർ ചെയ്താണ് നമ്മളിപ്പോൾ പോകുന്നത്. പേടിയൊന്നുമില്ല ഗൈസ്. പിന്നെ ഒരു ചെറിയൊരു സംഭവം കാര്യങ്ങളെല്ലാം ഉണ്ട്. അവൻ ഒരു പൊട്ടന്മാരെ പോലെയാണ്. അവൻ്റെ കുണ്ടിയടിച്ച് നമ്മളിന്ന് പൊട്ടിക്കും ഗൈസ്, അത്രയോട് പറയാവുള്ളൂ. നമ്മളൊരു സോംബി മോട്ടൊക്കെ അവൻ ഇടുന്നുണ്ട്. അവന് വേണ്ടി കുറേ മോട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അവൻ്റെ അണ്ണാക്കിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് ഒന്നും കൂടെ പറഞ്ഞിട്ട് ഗൈസ്. എനിക്ക് ആരുടെ സപ്പോർട്ടൊന്നുമില്ല. പിന്നെ ചാനൽ നിർത്താനൊക്കെ ആലോചിച്ചാണ്. പിന്നെ കൂട്ടുകാരായിട്ട് സപ്പൊക്കെ ചാനൽ നിർത്തില്ല. അപ്പോൾ നമുക്ക് നേരെ നോക്കാം അവൻ കളി ജയിക്കുമല്ലോ എന്ന്. കാരണം ഇത് ഒത്തിരി ലെങ്ത് അല്ല ഈ വീഡിയോ, അതുകൊണ്ട് നമ്മൾ കുറച്ച് ചെയ്യുന്നുള്ളൂ. ഈ വീഡിയോ 7 മിനിറ്റൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഫസ്റ്റിൽ തന്നെ അവൻ്റെ കുണ്ടി അടിച്ച് ഫ്രണ്ടിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുണ്ടി നമുക്ക് പുറകിലോട്ടാക്കണം. ഇന്നത്തെ വീഡിയോ പൊളിയാണെന്ന് നിങ്ങളെല്ലാം കമൻ്റ് അടിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ എനിക്ക് 50K സബ്സ്ക്രൈബ് ആയി നമുക്കൊരു റെഡീം കോഡെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫ്രീ ഫയറിന് റെഡീം കോഡെല്ലാം കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പം അവനും കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവനെയും കാര്യങ്ങളെല്ലാം അടിച്ചിടാം. എല്ലാം കാര്യങ്ങളാണല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് അവൻ്റെ കുണ്ടി അടിച്ച് പൊട്ടിക്കണം. നിങ്ങൾക്ക് വേണേ ഇപ്പം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരും സ്കിപ്പ് ചെയ്യില്ല ഗൈസ്. ഫുള്ളായിട്ട് കണ്ടിട്ട് പോകുക. ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് നേരെ നോക്കാം ഈ പൊട്ടൻ ഇത് എവിടെ പോയി കിടക്കണോ തീരുന്നത് ഗൈസ്. ഓപ്പണിൽ നിന്നാണ് എനിക്ക് അവനെ അടിക്കായിരുന്നു, പക്ഷെ അവനെ അടിച്ചില്ല. ഇപ്പം അവൻ എന്നെ കൊല്ലൂന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, എനിക്കറിയാം അവൻ എന്നെ കൊല്ലൂന്ന്. അവൻ അത്രയ്ക്ക് മണ്ടനാണ്. എൻ്റെ കുണ്ടി ഇപ്പോൾ പുറകിലോട്ടായോ ഫ്രണ്ടിലോട്ടായോ എനിക്ക് ഒരു സംശയമില്ല. നമുക്ക് അടുത്ത കളി മാച്ചിലോട്ട് പോകാം. അപ്പോൾ 1-1 നിൽക്കുന്നത്. അവനെന്നെ കളിയാക്കി ഗൈസ്. ഇപ്പോൾ കോൾ വിളിച്ചാൽ എടാ നൂബെന്നെല്ലാം വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ ഡെസേർട്ടുകളുണ്ടോ നോക്കട്ടെ ഗൈസ്. ഡെസേർട്ടുകൾ നമുക്ക് കളം തുറക്കുന്നതിന് മുമ്പ് എടുക്കാം. അപ്പോൾ ഡെസേർട്ടുകളുണ്ടെങ്കിൽ നമുക്ക് അടിച്ചിടാം ഗൈസ്. സുഖത്തി അടിച്ചിടാം. അടിപൊളിയായിട്ട് നമുക്ക് അവനെ അടിച്ച് പൊട്ടിക്കണം. നമുക്ക് അവൻ പറയുന്നത് നീ എന്താ യൂട്യൂബ് എടുത്തിട്ടാണോ വലിയ ഷോ ഇറക്കുന്നതെന്നാണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ പവർ ഉണ്ടെങ്കിൽ നമുക്ക് അവനെ അടിച്ചിട്ട് 3-2 ആക്കാം. നമുക്ക് നോക്കാം. 3-2 വരെ നമ്മൾ കളി പോകുന്നുള്ളൂ. കാരണം വീഡിയോ കുറേ ലെങ്ത് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഒരു ഡെസേർട്ടുകളും ഒരു MP40 ഒരു വുഡ്പക്കറുമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. വുഡ്പക്കർ വേണോ ഡെസേർട്ടുകൾ ഇട്ടടിക്കണോ? നമുക്ക് ഡെസേർട്ടുകൾ അവന് ഓപ്പണിങ് കയറി കഴിച്ചാൽ എനിക്ക് പക്ഷേ ഏം കയറുന്നില്ല. കുറേ ബഗ്ഗും കാര്യങ്ങളെല്ലാം അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയില്ല. നമുക്ക് അവനത് ആ ഓപ്പണിങ് കയറി വെച്ചാൽ അടിക്കാമല്ലോ. നമ്മളെന്തായാലും വട്ടാ പിടിച്ചിട്ട് ഇനി മുമ്പോട്ട് പോകില്ല. ഇല്ല എൻ്റെ തന്തയുടെ ഒരു നിങ്ങൾ മാറ്റിക്കോ വീസ് നമ്മൾ അടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ഒരു ടാപ്പാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളങ്ങനെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അവൻ പൊട്ടനായിരുന്നു ഗൈസ്. അവനെ ഓപ്പണിങ് കയറിയിരിക്കുന്നു പൊട്ടൻ. അവനൊരു വെറും 4 മോനാണ് ഗൈസ്. അവൻ ഒരിക്കലും പറാത്താകത്തില്ല ഗൈസ്. അവൻ ഒരിക്കലും പറാത്താകത്തില്ല. അതുപോലെ അടുത്ത സ്ഥലം നമ്മൾ പോവാണ്. അടുത്ത സ്ഥലത്തിൻ്റെ പേര് ഏതാണെന്നൊന്നും അറിയത്തില്ല. പകുതി സ്ഥലം ഒരിക്കലും അറിയത്തില്ല ഗൈസ്. കുറേ നാളായിട്ട് ഫ്രീ ഫയർ അറിയില്ല. സ്ഥലം അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമില്ല. ഇംഗ്ലീഷ് ഒക്കെ അറിയത്തില്ല ഗൈസ്. അതുകൊണ്ടായില്ല നമുക്ക് ഓറാക്കരുതല്ലോ. ഒരു സോംബി ഇന്നാ പിടിച്ചോ. പോട്ടെ. കൂമ്പ് ചല്ല പടക്കിട്ടി കടപ്പുറത്ത് ബീസ്. നിങ്ങൾ കളമെല്ലാം തുറന്നിട്ടുണ്ട്. അവന് ഇന്ന് MP40 ഇട്ട് കുത്തി പിടിച്ചില്ല. എൻ്റെ പേര് പട്ടി കിട്ടൂ ഗൈസ്. എൻ്റെ പേര് പട്ടി കിട്ടും. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനലിൻ്റെ പേര് എല്ലാവർക്കും ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും. ചാനലിൻ്റെ പേര് WV ഗെയിമിംഗ് എന്നാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സെക്കൻഡ് ചാനൽ നമ്മുടെ അടുത്ത വീഡിയോയിൽ വരെ നമുക്ക് ലിങ്ക് കൊടുത്ത് കാണാം. അപ്പോൾ അടുത്ത ചാനൽ വേണ്ടി നിങ്ങൾ വലിയ ചാനലൊന്നുമില്ല. ചാനലിൻ്റെ ഒരു കുഞ്ഞിപ്പുഴ ഒന്നാണ്. കുഞ്ഞിപ്പുഴ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മോനെ അവനെൻ്റെ കിണ്ടി അടിച്ച് പൊട്ടിച്ചില്ല ഗൈസ്. എൻ്റെ കിണ്ടി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മുണ്ടടിച്ച് പൊട്ടിക്കണം. നമുക്ക് MP40 ഇട്ടേ കുളിച്ച് പിടിക്കുന്നുള്ളൂ. നമ്മൾ പറയുന്നത് കണ്ടുവെച്ചാൽ നമ്മൾ അടിക്കാമെന്ന് ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അവൻ്റെ ഒരു കുണ്ടി അടിച്ച് പൊട്ടിക്കാം. എൻ്റെ മോനെ അവൻ്റെ കുണ്ടിക്കെട്ട് കിട്ടിയത് കയറിയില്ല ഗൈസ്. ഇപ്പോൾ അവൻ്റെ കുണ്ടിക്കെട്ട് കയറി ഗൈസ്. അവൻ കുണ്ടി അടിച്ച് നേരെ ആക്കിയിട്ടുണ്ട്. പക്ഷെ പഴയതുപോലെ ആക്കിയിട്ട് പോയി. ഇനി നമുക്ക് അവനൊന്നും കൂടെ അടിച്ച് നമ്മൾ ചിലപ്പോൾ കളിത്തൊക്കെ സാധ്യതയുണ്ട്. കാരണം വീഡിയോ ഒത്തിരി ലെങ്തായി തുടങ്ങി. അതുകൊണ്ട് കൊള്ളാം. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എങ്ങനെ കളി നോക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ അവനെ ഞാൻ അടിച്ച് പൊട്ടിച്ച് അവൻ്റെ കുണ്ടി അടിച്ച് നമ്മൾ പൊട്ടിക്കുന്നിരിക്കും ഗൈസ്. നിങ്ങൾ പറയുന്ന വീഡിയോ ആയിട്ട് ഇനി മുതൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. നമ്മൾ റെഡീം കോഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. റെഡീം കോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ 1v1 കളിച്ചിട്ട് ആരെങ്കിലും 1v1 ഇപ്പോൾ കളിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ അവർ ജയിക്കുകയാണെങ്കിൽ ഞാൻ അടിപൊളി റെഡീം കോഡ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ അത് ഡ്രസ്സായിരിക്കാം. അത് ചിലപ്പോൾ ഓൺലൈൻ വഴി വാച്ച് വരെ അയച്ചാൽ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഡെമ്മി വാച്ച് എന്നല്ല, ഓൺലി ടച്ച് വാച്ച് അല്ലെങ്കിൽ
മറ്റേ എന്തേലും ഒരു വാച്ച് അയച്ചു തരും ഞാൻ അങ്ങോട്ട്, അത് കണ്ടാ മതി. അപ്പൊ നിങ്ങൾ നേരെ കളി അടിച്ച് പൊട്ടിക്കുന്നേ. പക്ഷെ ഇതൊന്നും ആകാശത്തോട്ട് എയറെല്ലാം വിടുന്നോ കണ്ടപ്പര്യം മതി. അയ്യോ എന്റെ പടക്കം കാണാം, അതെ പടക്കം അവിടെ എത്തിയിട്ടുണ്ട് ആകാശത്ത്. ഞാൻ പറഞ്ഞു കുട്ടിയാണ് മലാക്കുന്ന് തടാകം ചാടി ചാടിപ്പോകും കൂട്ടുകാരെ പറ്റുന്നില്ലേ വീട്ടിലൊരുങ്ങ മോനെ എമ്മറ്റി അടിച്ചാണ് നമ്മുടെ കിട്ടിയത്. ഈ കളി എന്തായാലും തോക്കൂന്ന് എനിക്കൊരു സംശയമില്ല, തോക്കൂന്ന് എനിക്ക് ഉറപ്പാണ്. അവൻ ആ വീടിന്റെ മണ്ടയിൽ കയറി ഇരിക്കുക, ഏതോ ഒരു പെണ്ണുങ്ങളെ വായി നോക്കി ഇരിക്കുകയാണ് എൻ്റെ ഒരു സംശയം ഗൈസ്. അവൻ്റെ ഒരു പെണ്ണ് ഞാൻ എന്ത് പറഞ്ഞാലും അത് തമാശയായിട്ട് നിങ്ങൾ കേട്ടില്ല, സീരിയസ് ആയിട്ട് വരുന്നിടത്ത് എല്ലാവരും പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തോളും കേട്ടോ ഗൈസ്. നമ്മൾ ചാനൽ നിർത്താൻ പോയാണ്, അതുകൊണ്ട് ഒന്നുകൂടെ തുടങ്ങിയെന്നുള്ളൂ കേട്ടല്ലോ ഗൈസ്. അപ്പം അവനൊന്നും കാണുന്നില്ല, അവൻ ഏത് കുണ്ടിയിടയ്ക്കാണ് പോയിരിക്കുന്നത് ദൈവത്തിനിറങ്ങി ഗൈസ്. ഗൈസ് ഇജ്ജു മൂഞ്ചലാണ് ഗൈസ്, അജ്ജു മൂഞ്ചലാണ്. അവൻ്റെ കുണ്ടി അടിച്ച് നമുക്ക് തെറിപ്പിച്ചിട്ട് മൂഞ്ചിയാക്കാം ഗൈസ്. ഇന്ന് അവൻ എൻ്റെ കുണ്ടി അടിച്ച് പൊട്ടിക്കുന്ന എനിക്ക് തോന്നാം, കാരണം എൻ്റെ കുണ്ടിക്ക് ബലമില്ല, അതുകൊണ്ട് പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. നോക്ക് അവൻ ഏത് കുണ്ടിയിടയ്ക്കാണോ ദൈവമേ പോയി കിടക്കുന്നത്. മൊനിസേ പഴംപൊരിയും ചായ ഞാൻ പിടിച്ചിരടാ, നിനക്കുള്ള പരിപ്പോടയും ചായ ഞാൻ പിടിച്ചിരടാ. കാശ് ഇനി നമ്മുടെ പുറകെ വരുമോ പരിപ്പോടയും ചായയും ചോദിച്ചോട്ട്. അത് കൊടുക്കത്തില്ല, എൻ്റെ ഏട്ടാ 10 പൈസ ഇല്ല, അന്നേരം അവന് പഴംപൊരിയും ചെയ്യും. ഇവിടെ മനുഷ്യൻ്റെ ഒരു 10 രൂപയുടെ ജ്യൂസ് കുടിക്കാൻ കാശില്ല, അന്നേരം അവന് പഴംപൊരിയും ചായും. ഗൈസ് നിങ്ങൾ എൻ്റെ മോനെ ഞാൻ പിന്നെ പടക്കം കിട്ടി മോനെ വിഷയം അടിപ്പൊടിയേ. ഇത് ഇപ്പം ഓടിപ്പോയിട്ട് ചത്താരം ഇല്ലായിരുന്നു, എൻ്റെ മയ്യത്ത് നിങ്ങളെല്ലാം കൊണ്ടുപോയി ഗൈസ്. ഗൈസ് ഞാൻ പല ജാതിയാണെന്ന് എനിക്ക് വേണ്ട, കാരണം കുറച്ച് കഴിയുമ്പോൾ ദൈവം കുറച്ച് കഴിയുമ്പോൾ പടച്ചു എന്താണ് എന്താ ഗൈസ് മനുഷ്യരില്ലെന്നില്ല. ഇത് എൻ്റെ കുണ്ടിയടിച്ച് കുട്ടിയത് എൻ്റെ കുണ്ടിയടിച്ച് കുട്ടിക്കുന്നാവും, വെളിയിൽ നിൽക്കുന്നത് അകത്തോട്ട് കയറുവാടാ. എൻ്റെ കുണ്ടിയടിച്ച് കുട്ടിക്കുന്നത് ആർട്ട് ചോദിച്ചിട്ടാണ് അവൻ എൻ്റെ കുണ്ടിയടിച്ച് പൊട്ടിച്ചത്, എനിക്ക് കാണുമല്ലോ. എൻ്റെ കുണ്ടിയടിച്ച് പൊട്ടിക്കാൻ നീ അരടാ എൻ്റെ മോനെ. അപ്പോൾ എൻ്റെ മോനെ അപ്പോൾ നമ്മൾ കളി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിലപ്പോൾ വീഡിയോ ലെങ്ത് ആകാൻ കാരണമുള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വീഡിയോ നിർത്താൻ സാധ്യതയുണ്ട്.